നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാനൊരു ബിഗിനറാണ്. സോ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. അപ്പം എൻ്റെ വീട്ടിലെ എല്ലാ ജോലി തിരക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതേപോലെ ഒരു സ്വന്തമായിട്ടൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ് പിന്നീട് എന്നെ കൊണ്ട് ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പം എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർ ഇതേപോലെ ഫ്രീ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പം ഇവർക്കൊക്കെ ഇതുപോലെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് തുറന്നു കാണിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം ഞാൻ ഒരുപാട് നീട്ടി വലിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്കൊരു യൂട്യൂബ് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി www.youtube.com ഇതേപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടും അല്ലേ? നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ജിമെയിൽ ID ആണ്. അതായത് ജിമെയിൽ നമുക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരുവിധം എല്ലാവരുടെ അടുത്തും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ ആദ്യം തന്നെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിമെയിൽ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു സൈൻ ഇൻ ബട്ടൺ. ജസ്റ്റ് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എൻ്റർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂട്യൂബ് സൈൻ ഇൻ ചെയ്യണം ഫസ്റ്റ്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഓൾറെഡി എൻ്റെ അടുത്തുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഞാനിവിടെ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ യൂട്യൂബിലേക്ക് ഞാൻ സൈൻ ഇൻ ചെയ്തു. ജിമെയിൽ അക്കൗണ്ട് വഴിയാണ് നമ്മൾ യൂട്യൂബിലേക്ക് സൈൻ ഇൻ ചെയ്യേണ്ടത്. യെസ്, ഞാനിവിടെ യൂട്യൂബിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കാണാം ഐക്കൺ നമ്മൾ മാറിക്കഴിഞ്ഞു അല്ലേ? നേരത്തെ ഇപ്പോൾ സൈനിന് പകരം നമ്മുടെ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഐക്കൺ മാറിയത്. ഇനി നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം ഈ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് എ ചാനൽ. ക്രിയേറ്റ് എ ചാനൽ അത് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്ത ഒരു പേരാണ്. അതുകൂടാതെ നമുക്കിനി റാൻഡമായിട്ട് ഒരു കസ്റ്റം നെയിം കൊടുക്കണം. അതായത് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. അതല്ലേ സ്യൂട്ട് ആവുന്നത്. ഇപ്പോൾ ഒരു കുക്കിംഗ് ബ്ലോഗ് ആണെങ്കിൽ കുക്കിംഗ് ബ്ലോഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ആണെങ്കിലും ഒക്കെ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു പേര്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കസ്റ്റമായിട്ട് നമുക്കൊരു പേര് ചൂസ് ചെയ്യാം. അതിന് വേണ്ടി ഇവിടെ സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആ ഒരു പേര് കൊടുക്കാം. അപ്പോൾ എന്താണോ പേര് അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് റാൻഡമായിട്ട് A to Z all വെറുതെ ഞാനൊരു റാൻഡമായിട്ടൊരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യും. A to Z all എന്നാണ് ഇപ്പം എൻ്റെ ചാനലിൻ്റെ നെയിം. അപ്പം നിങ്ങൾക്കത് എന്താ പറയുക, പിന്നീട് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ്, നമ്മുടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് വരും. നെക്സ്റ്റ് ആ സ്റ്റേജാണ്. അപ്പം ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാണ്. ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുത്തു. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഐദർ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു വോയിസ് കോൾ. അപ്പം ഞാനിവിടെ ടെക്സ്റ്റാണ് ഞാനിവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. യെസ്, ഇപ്പോൾ കോഡ് എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ആ കോഡ് എൻ്റർ ചെയ്യാണ്. 07731 അതാണ് കോഡ്. നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് ഇതായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ചാനൽ റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിപ്പം നമുക്കിത് ചാനൽ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഇനി നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിവിടെ പിക്ചർ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഈ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അങ്ങനെ, അതല്ലെങ്കിൽ വാട്ട് എവർ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് പിക്ചർ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെൽ വ്യൂവേഴ്സ് അബൌട്ട് യുവർ ചാനൽ, നിങ്ങളുടെ ചാനലിനെ പറ്റി വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്, അതിനെക്കുറിച്ചുള്ളൊരു
ഓപ്ഷൻ, അതൊക്കെ ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ ആ URL ഇവിടെ ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ലേറ്റർ ആണ് പിന്നീട് ചെയ്താലും മതി. അപ്പം ഞാനിത് പിന്നീടാണ് ചെയ്യുന്നത്. സെറ്റപ്പ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. യെസ്, അപ്പോൾ നിങ്ങളുടെ പേജ് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ പുതിയ വ്ളോഗ്. ഓക്കെ, അപ്പം നിങ്ങളുടെ വ്ളോഗിൻ്റെ ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് വ്ളോഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ വ്ളോഗിൻ്റെ പേര് ഇതാണ്, A to Z all. നിങ്ങൾ പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പിക്ചർ കാണും. ഇനി നമുക്ക് എങ്ങനെ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങളുടെ മൊബൈലിലൊക്കെ നിങ്ങൾ എടുത്തുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതെങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ ടോപ്പ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു വീഡിയോയിൽ ഒരു പ്ലസ് എന്നുള്ളൊരു ചിഹ്നം, ക്രിയേറ്റ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഐദർ അപ്ലോഡ് വീഡിയോ ഓർ ഗോ ലൈവ്. നിങ്ങൾക്ക് ലൈവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗോ ലൈവ് ക്ലിക്ക് ചെയ്യാം. ഇനി എന്തായാലും നമ്മുടെ കയ്യിലുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടതെങ്കിൽ ക്ലിക്ക് അപ്ലോഡ് വീഡിയോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് കിട്ടും. യെസ്, ഇതാണ് ആ പേജ്. ആ ഒരു പേജിൽ നമുക്ക് കാണാം സെലക്ട് ഫയൽ. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി വീഡിയോ ഉണ്ടെങ്കിൽ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്യാം. സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ വെച്ചിട്ടൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണൊരു സാമ്പിൾ ഒരു വീഡിയോ. അപ്പം ഞാനതിപ്പോൾ ക്ലിക്ക് ചെയ്തു. ഇനി അതിവിടെ അപ്ലോഡ് ആവും. അപ്പോൾ അപ്ലോഡ് ആവുന്ന സമയത്ത് അവർ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ. യെസ്, നമുക്ക് ടൈറ്റിൽ എന്താണോ പേര് കൊടുക്കേണ്ടത്, എന്തിനെ കുറിച്ചാണോ. ഇപ്പോൾ കുക്കിംഗ് ആണ്, ജസ്റ്റ് ഒരു കുക്കിംഗ് എന്തെങ്കിലും ഞാനൊരു സാമ്പിൾ കൊടുത്തു എന്നതിൽ കുക്കിംഗ്, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. ദെൻ ക്ലിക്ക് നെക്സ്റ്റ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഇത് എങ്ങനെ പബ്ലിഷ് ചെയ്യണം, പ്രൈവറ്റ് ആക്കി വെക്കണോ പബ്ലിക്കായിട്ട് വെക്കണോ എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മളത് പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ് സേഫ്. അപ്പോൾ പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം 100% വരെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രൈവറ്റ് ആക്കി വെച്ചതെന്നായിരിക്കും നിങ്ങൾക്ക് ആലോചിക്കുന്നത് അല്ലേ. പ്രൈവറ്റ് ആക്കി വെക്കാൻ കാരണം നമ്മൾ ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഹെഡിങ് ഒക്കെ ഉണ്ടാവും അല്ലേ. അത് കാണുമ്പോഴാണ് എന്ത് വ്യൂവേഴ്സ് അത് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹെഡിങ് ഒന്നുമില്ല, ഞാൻ ഡയറക്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂവേഴ്സിന് അത് എന്തിനെ പറ്റിയാണെന്നോ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ അവരത് വീഡിയോ ക്ലിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഫ്രണ്ടിൽ നമ്മൾ ഇതിൻ്റെ ഹെഡിങ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പേജ് ആഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ തംബ്നെയിൽ എന്ന് പറയുന്നത്. തംബ്നെയിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യും. കാരണം എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, പിന്നെ കേൾക്കുന്നവർക്കും അതൊരു കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ പാർട്ടിൽ ഇത്രയാണുള്ളത്. എങ്ങനെ നമുക്കൊരു വീഡിയോ യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, ബിഫോർ ദാറ്റ് എങ്ങനെ നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ വൺസ് അഗെയിൻ നമുക്കൊരു Gmail അക്കൗണ്ട് വേണം. ആ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യും. ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പേര് വേണം. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഐദർ നമുക്ക് ലൈവായിട്ട് പോകും, അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തംബ്നെയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്കറിയാത്ത എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അത് എനിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, അറിയാത്തവർക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഇതേപോലെ ചെറുതാണെങ്കിലും നമ്മുടെ ഒരു ടൈം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്ത് നോക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എന്താ പറയുക, ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. വെറുതെ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളും ഒരു മറ്റുള്ളവരെ അറിയിക്കുക, മറ്റുള്ളവർക്കും അത് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.